നമസ്കാരം പ്രേക്ഷകരുടെ തമിഴ്നാട് അപ്ഡേറ്റ് ആണ്. പറയാനുള്ളത് വിജയെ കുറിച്ചാണ്. വിജയുടെ ആദ്യത്തെ സിനിമ എന്താണെന്നറിയോ? സിനിമയുടെ പേര് വെട്രി എന്നാണ്. 1984 സ്വന്തം അച്ഛനാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. എസ് എ ചന്ദ്രശേഖരാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. വെട്രി എന്നാണ് പടത്തിൻ്റെ പേര്. തമിഴക വെട്രി കഴകം, അതിനകത്തുകൊണ്ട് വെട്രി. പക്ഷേ ഈ വെട്രി വിജയ്ക്ക് നേടിയെടുക്കാൻ കുറേ സമയം എടുത്തു. പ്രത്യേകിച്ച് സിനിമയിലേക്ക് വന്ന ഘട്ടത്തിൽ സമയത്തിൽ നീ കറുത്തവനാണ്, നീ മെലിഞ്ഞവനാണ്, നിന്റെ മുഖം കാണാൻ ആര് തിയേറ്ററിലേക്ക് വരുമെന്ന് പറയിപ്പിച്ച് 1992 വിജയ് ഒരു മെയിൻ ലീഡിലെത്തുന്നത്. അത് കഴിഞ്ഞിട്ടും വർഷങ്ങളോളമുള്ള സ്ട്രെയിൻ, പ്രഷർ, സ്ട്രെസ്സ്, കോ ആക്ടർ, സപ്പോർട്ടിങ് ആക്ടറൊക്കെ കഴിഞ്ഞിട്ട് അയാളെ പിന്നീട് ജനമനസ്സുകളിൽ കയറി. അങ്ങനെ ഏകദേശം മൊത്തത്തിൽ നോക്കുമ്പോഴേക്കും 69 സിനിമകൾ ചെയ്തു കഴിഞ്ഞു. ഈ 69 സിനിമകളിലൂടെ അയാളുടെ സാലറി ഇന്ത്യൻ സിനിമയിൽ ആരും വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ സാലറി ആയി. ഓക്കെ, അപ്പോൾ അയാൾ പെട്ടെന്നൊരു തീരുമാനം എടുക്കുകയാണ്. ഞാൻ സിനിമ വിട്ടിട്ട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാം. എൻ കരിയറിന് ഉച്ചത്തിൽ ഞാൻ എൻ്റെ സിനിമാ കരിയർ വിട്ടിട്ട് ഞാൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണെന്ന് ഒരു സുപ്രഭാതത്തിൽ വിജയ് തീരുമാനിക്കുകയാണ്. പക്ഷെ ആ തീരുമാനം ഒരു സുപ്രഭാതത്തിലായിരുന്നെങ്കിൽ പോലും അതിന് പിന്നിലുള്ള ഹാർഡ് വർക്ക് കുറേ അധികം വർഷങ്ങളായിട്ടുണ്ടായിരുന്നു. വിജയ് അറിഞ്ഞും അറിയാതെയുമായി ചെയ്യുന്ന ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ, സിനിമയിൽ കൃത്യമായ രാഷ്ട്രീയം സംസാരിക്കുന്ന വിജയ്, അതിപ്പോൾ കത്തി, മെർസൽ, സർക്കാർ, നിങ്ങൾ എല്ലാ പടങ്ങളും എടുത്തു നോക്കിയാൽ പോലും അതിൻ്റെ കണ്ടന്റിനകത്ത് സംസാരിക്കുന്ന വിഷയം ഒരു രക്ഷകൻ പരിവേഷത്തിൽ വിജയ് എത്തുക എന്നുള്ളതാണ്. ജനങ്ങളുടെ രക്ഷകനായിട്ട് വിജയ് എത്തുക എന്നുള്ളതാണ്. അത് ആളുകളുടെ മനസ്സിൽ വല്ലാതെ അങ്ങ് ഇൻറ്റ്യൂസ് ആയിപ്പോയി. ഞങ്ങൾക്ക് വിജയം ഉണ്ടാകും എന്നൊരു ചിന്ത ഉണ്ടാക്കിയെടുത്തു. പോയിന്റ് നമ്പർ 2, കൃത്യമായ രാഷ്ട്രീയം വിജയ് സംസാരിച്ചു. BJP-ക്കെതിരെ സംസാരിച്ചു, അഴിമതിക്കെതിരെ സംസാരിച്ചു, അങ്ങനെ പല കാര്യങ്ങൾക്കെതിരെ സംസാരിച്ചു. എല്ലാം കൂടി ആകെ മൊത്തത്തിൽ വിജയ് പിന്നീട് തീരുമാനം എടുക്കുകയാണ്, പാർട്ടി ഇറക്കാം, രാഷ്ട്രീയത്തിൽ ഇറങ്ങേണ്ട സമയമായി. അപ്പോഴേ എല്ലാവരും ചോദിച്ചു, ഞാൻ ഉൾപ്പെടെയുള്ളവർ ചോദിച്ചു, എന്തിനാണ് ഇപ്പോൾ ഇതിനെ പിടിച്ച ആവശ്യം? വിജയ്ക്ക് എന്തിനാണ് ഇപ്പോൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത്? സിനിമ ഇതങ്ങ് ജീവിച്ചാൽ പോരെ? ഇനിയിപ്പോൾ ഇവിടെ കമലഹാസൻ തോറ്റതുപോലെ, രജനീകാന്ത് പാതിക്ക് വെച്ച് ഉപേക്ഷിച്ച പോലെ, ശരത് കുമാർ എങ്ങും എത്താതായ പോലെ വെറുതെ എന്തിനാണ് ഇതുപോലത്തെ പരിപാടിക്ക് ഇറങ്ങിത്തിരിക്കുന്നത്? അതും കളിക്കുന്ന ആർക്കെതിരെയാണ്? സ്റ്റാലിൻ, ഉദയനിധി സ്റ്റാലിന്, പിന്നെ അമിത്ഷാ, മോദി, അങ്ങനെ തുടങ്ങി എത്ര പേർക്കെതിരെയാണ് ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്നത്? വെറുതെ സമാധാനം കളയാൻ എന്തിനാണ് ഇതൊക്കെ? വലിയ സിനിമയും ചെയ്ത് ജീവിച്ചാൽ പോരെ, നല്ല ശമ്പളം കിട്ടുന്നുണ്ടല്ലോ. പക്ഷെ അവിടെ നിന്നുകൊണ്ട് ഹി പ്രൂവ്ഡ് ദാറ്റ് നിങ്ങളൊരു കാര്യം ശക്തമായി ആഗ്രഹിച്ചാൽ അല്ലെങ്കിൽ അതിനുവേണ്ടി ഇറങ്ങിത്തിരിച്ചാൽ നിങ്ങൾക്കത് കിട്ടുമെന്നതിൻ്റെ എക്സാക്ട് പ്രൂഫാണ് വിജയുടെ ഈ വിജയം ഞാൻ വിളിക്കുന്നത്. തമിഴക വെട്രിക്കഴകത്തിൽ ആദവർജന ആയിക്കോട്ടെ, അല്ലെങ്കിൽ TV ബാബു ആയിക്കോട്ടെ, ഇങ്ങനെ 2-3 ആളുകളുടെ പേരല്ലാതെ തമിഴക വെട്രിക്കഴകം ഇസ് സി ജോസഫ് വിജയ് ആണ്. വേറെ ആർക്കും അറിയില്ല. ഹി ഫോംഡ് എ പാർട്ടി. പുള്ളി കുറേ പേരെ കൂട്ടുപിടിച്ചു. സോഷ്യൽ വർക്കേഴ്സുണ്ട്, ഡോക്ടേഴ്സുണ്ട്, പല ഇതിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. ഇവരെല്ലാവരെയും വെച്ചിട്ട് ഇറങ്ങിത്തിരിക്കുക. എത്രയോ വർഷം ലെഗസിയുള്ള പാർട്ടികൾ, ഭരിച്ചുകൊണ്ടിരുന്ന നേതാക്കൾ, അവരുടെ മണ്ഡലത്തിൽ പോയി തോൽപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, എന്തോ വേറെ ദളപതി എന്നാ സുമ്മാവാ എന്ന് ചോദിച്ചു പോകുന്ന രീതിയിലേക്കാണ് നിലവിൽ ഇലക്ഷൻ കാര്യങ്ങളൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും എനിക്ക് തമിഴ്നാടിൻ്റെ രാഷ്ട്രീയം വിശ്വസിക്കാൻ കഴിയുന്നില്ല. കേരളത്തിൽ വലിയ വിജയമാണ് ഉണ്ടാകുന്നത്, ഇടതുപക്ഷത്തിന് വലിയ നാണക്കേടുണ്ടാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട്. പക്ഷേ സ്റ്റാലിൻ ഇതിന് എന്ത് പറഞ്ഞ് ന്യായീകരിക്കുമെന്നാണ്? 2 വർഷം മുന്നേ ഇറങ്ങിയ ഒരു പാർട്ടിയുടെ മുന്നിൽ പരാജയപ്പെട്ടു എന്ന് സ്റ്റാലിൻ എങ്ങനെ വന്ന് വാദിക്കും? സ്റ്റാലിൻ ജയിക്കുമെന്ന് പോലും അറിയില്ല. ആ അവസ്ഥയിൽ നിൽക്കുകയാണ്. കമന്റ് യുവർ തോട്ട്സ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.